ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേദിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല മഴയല്ലേ, ഈ മഴയത്ത് നല്ലൊരു കഥ കേട്ടാലോ? നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും കാമുകികൾക്കും കാമുകന്മാർക്കും എല്ലാവർക്കും ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കഥ കേട്ടാലോ? നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അളിയൻ, ഭാര്യ, 2 കുട്ടികൾ, ഇതാണ് കുടുംബം. അളിയന്റെ ഭാര്യയുടെ സംസാരം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഷേപ്പ് ചെയ്ത് നീണ്ട പുരികം, നല്ല പൊക്കം, ചുരിദാറാണ് വേഷം, പിടയ്ക്കുന്ന കണ്ണുകൾ, തുടിക്കുന്ന ഫ്രണ്ടുകൾ. അളിയൻ എപ്പോഴും ബിസിനസ്സുമായി തിരക്കിലായിരുന്നു. ചേച്ചി ദിവസവും വിളിക്കും, കുട്ടികളോടും വല്ലപ്പോഴും സംസാരിക്കും. എൻ്റെ 2 കൊല്ലം ജൂനിയറായി ഞങ്ങളുടെ അടുത്ത കോളേജിലാണ് ചേച്ചി പഠിച്ചത്. ഭാര്യ ചേച്ചി എന്ന് വിളിച്ചത് കൊണ്ട് ഞാനും വിളിക്കുന്നത് അതാക്കി. എൻ്റെ കുറേ കൂട്ടുകാർ അതേ കോളേജിൽ പഠിച്ചിരുന്നു. സംസാരം പിന്നീട് കോളേജ് ജീവിതവും മറ്റുമായി പുരോഗമിച്ചു. പതുക്കെ പതുക്കെ അതൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി. എന്നിരുന്നാലും അളിയൻ്റെ ഭാര്യ എന്ന ഒരു പരിഗണന എപ്പോഴും ഞാൻ നൽകി പോന്നു. ഓരോ ദിവസം വിളിക്കുമ്പോഴും ചേച്ചി അവരുടെ അയൽപ്പക്കങ്ങളിലുള്ള ഇല്ലീഗൽ റിലേഷൻസിനെ കുറിച്ചും ഓരോ കഥകൾ പറയുമായിരുന്നു. ഇതെല്ലാം ബാച്ചിലായിരുന്ന എനിക്കും രസകരമായിരുന്നു. അവർക്കും എന്നോടുള്ള സംസാരം ബോറടിപ്പിക്കുന്ന ജീവിതത്തിൽ ഒരു രസമായി. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യ ദുബായിൽ വന്നു. ചേച്ചിയുമായുള്ള ഫോൺ വിളി കുറഞ്ഞു വന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴുള്ള വെച്ചുള്ള സംസാരം ഞങ്ങളുടെ പഴയ ബന്ധത്തിൻ്റെ തീവ്രത കുറയാതെ നിർത്തി. വർഷം 2 കഴിഞ്ഞു. അളിയൻ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കി. പുതിയ വീട് പൂട്ടിയിടേണ്ട എന്ന തീരുമാനവും അച്ഛനും അമ്മയും തനിച്ചായതിനാലും ചേച്ചിയും കുട്ടികളും നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അളിയൻ ബിസിനസ്സുമായി തിരക്കിലായിരുന്നത് കൊണ്ട് പെട്ടെന്ന് നാട്ടിൽ പോകാൻ പറ്റില്ല. കുട്ടിയുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നാട്ടിൽ പോകണം. എനിക്കാണെങ്കിൽ ലീവ് ഡ്യൂ ആയി കിടക്കുകയാണ്. അങ്ങനെ ഞാനും കുടുംബവും ചേച്ചിയും കുട്ടികളും നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. വിസ ക്യാൻസൽ ചെയ്തു വരുന്നത് കൊണ്ട് ചേച്ചിയുടെ പേരിൽ കാർഗോ ആയി ഒരുപാട് സാധനങ്ങൾ അയച്ചിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്കിൾ കസ്റ്റംസിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ച് എല്ലാം ശരിയാക്കി വെച്ചിരുന്നു. ഞാനും ചേച്ചിയും കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി കൊച്ചിയിൽ പോവാൻ തീരുമാനിച്ചു. ഭാര്യയുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ കാരണം അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ബുധനാഴ്ച എൻ്റെ കാറിൽ ഞാനും ചേച്ചിയും എറണാകുളത്തിന് തിരിച്ച് യാത്രക്കിടയിലെ സംസാരം ഞങ്ങളുടെ പഴയകാല ടെലിഫോൺ സംഭാഷണങ്ങളുടെ ശൈലിയിലേക്ക് മെല്ലെ മാറി തുടങ്ങി. അളിയൻ്റെ ബിസിനസ് തിരക്കുകളും അവരുടെ കിടപ്പറ വിശേഷങ്ങളും സംസാരത്തിനിടയിൽ വിഷയമായി. അളിയനുമായി അവരുടെ ജീവിതം ഒരു പരാജയമായിരുന്നെന്നും അയാൾക്ക് ബിസിനസ്സും പണവുമായിരുന്നു മുഖ്യമെന്നും ഞാൻ ഊഹിച്ചെടുത്തു. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കാപ്പി കുടിക്കാനായി കാർ നിർത്തി. ഹോട്ടലിൽ ഓർഡർ എടുക്കുന്നതിനിടയിൽ വെയിറ്റർ എന്നോട് മിസ്സിന് ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഇത് കേട്ട് ചേച്ചി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കുസൃതി ചിരിയോടെ. എന്തായാലും വെയിറ്ററുടെ ചോദ്യം തിരുത്താൻ ഞാനും തുനിഞ്ഞില്ല. വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ വെയിറ്ററുടെ ചോദ്യം എന്നിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ചേച്ചിയുടെ മനസ്സറിയാനായി ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്ത് തോന്നി ആ വെയിറ്ററുടെ ചോദ്യം കേട്ടപ്പോൾ? ആദ്യം ഈ ചേച്ചി വിളിയൊന്ന് നിർത്താമോ? പിന്നെ എന്ത് വിളിക്കണം? വേറെ എന്തൊക്കെ വിളിക്കാം? ഓക്കെ, ഇനി ഞാൻ മോളു എന്ന് വിളിക്കാം, എന്തു പറയുന്നു? ഞാനും വിട്ടുകൊടുത്തില്ല. ഓക്കെ. ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനിടെ പതുക്കെ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു. കുട്ടാ, ഇത് ദുബായ് അല്ല, നല്ല ട്രാഫിക്സ് ആണ്, കൂടാതെ ഒറ്റ ലൈനും. ആദ്യം എറണാകുളത്ത് എത്തട്ടെ. അവൾ എന്നെ വിലക്കി. ഇതിനിടയിൽ അളിയൻ്റെ ഫോൺ വന്നു. മൊബൈൽ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ സംസാരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ ഫോൺ. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആലുവയിലെത്തി. റോഡിൽ നല്ല തിരക്ക്. ഇനി എന്താണ് പ്ലാൻ? ഫോൺ വിളി നിർത്തി ചേച്ചി ചോദിച്ചു. എല്ലാം ഞാൻ മോളുവിന് വിട്ടു തന്നു. ഇന്ന് നമ്മൾക്ക് ഇവിടെ തങ്ങിയാലോ?
ഒന്നും ആലോചിക്കാതെയാണ് ഞാനത് പറഞ്ഞതെങ്കിലും എങ്ങനെ ഇത് നടപ്പിലാക്കുമെന്നതിനെ പറ്റി ചിന്തിച്ചില്ല. വീട്ടിൽ എന്തു പറയും? എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണെങ്കിലും എനിക്കിന്ന് നിന്റെ കൂടെ ഇന്നിവിടെ കഴിയണം. നാളെ കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കിട്ടൂ എന്നും നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കുന്നു എന്നും പറയാം. ഇപ്പോൾ എന്തായാലും കസ്റ്റംസ് എല്ലാം ക്ലിയർ ആക്കി വെക്കാം. അതിനുശേഷം വീട്ടിൽ വിളിച്ച് പറയാം, ഇന്ന് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത കാര്യം അവരെ അറിയിക്കണ്ട. എന്തു പറയുന്നു? ഇതെന്താ എല്ലാം പ്ലാൻ ചെയ്ത് വന്നതുപോലെയാണല്ലോ ഉത്തരം. ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. എല്ലാം ശരിയാക്കിയതിനു ശേഷം സാധനങ്ങൾ കൊണ്ടുപോവാനായി ഞാനൊരു ടൈനോവാൻ എടുത്ത ദിവസത്തിലേക്ക് ബുക്ക് ചെയ്തു. വീട്ടിലെ അളിയനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കൂടുതൽ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിരുന്നില്ല. കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്ന ചേച്ചിയുടെ അഭിപ്രായത്തോട് ഞാനും എതിരൊന്നും പറഞ്ഞില്ല. നേരെ ഞങ്ങൾ MG റോഡിലേക്ക് പോയി. അവിടെ നിന്നും ഒരു ചുരിദാർ, ഒരു നൈറ്റ് ഗൗൺ, എനിക്കൊരു ഷർട്ട് എടുത്തു. സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തു. റൂമിൽ എത്തിയതും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവളെ ഞാൻ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അറബിക് പെർഫ്യൂമിന്റെ മണം എന്നെ മത്ത് പിടിപ്പിച്ചു. അവളുടെ ചുരിദാറിന് മുകളിലൂടെ ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ആ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയായിരുന്നു അവളുടെ ഭാവം. അവൾ മെല്ലെ തിരിഞ്ഞു നിന്ന് എന്നെയും കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ പറയണ്ടല്ലോ എന്താ നടന്നതെന്ന്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവൾക്കും ഇത്രയും കാലം കിട്ടാത്ത സുഖം ഞാൻ അങ്ങോട്ട് കൊടുത്തു. അവൾ എനിക്ക് തിരിച്ചും തന്നു. ഇന്നേ വരെ കിട്ടാത്ത, അതായത് അവളുടെ ഭർത്താവിൽ നിന്നും അവൾക്ക് കിട്ടാത്ത എല്ലാ സുഖങ്ങളും ഞാൻ അവൾക്ക് കൊടുത്തു. അവൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെ അവൾ എന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല. മൊബൈലിന്റെ റിങ് കേട്ടാണ് ബോധം വന്നത്. വീട്ടിൽ നിന്നായിരുന്നു. ഫ്രണ്ടിന്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന എൻ്റെ വാക്കുകൾ എൻ്റെ ഭാര്യ വിശ്വസിച്ചു. ഫോൺ ഡിസ്കാർഡ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ബാത്റൂമിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.